സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാധികയും ആ പയ്യനും കൂടി അവിടെ എല്ലാം വരണ അന്വേഷിച്ച് നടക്കുവാണ് കേട്ടോ. ഈ സമയം മിന്നായം പോലെ വരണ അവിടെ നിന്ന് ഓടിപ്പോകുന്നത് രാധിക കാണുന്നുണ്ട്. അത് വരണം തന്നെയാണ് എന്ന് രാധികയ്ക്ക് ഉറപ്പാകുവാണ്. അന്നേരം ആ പയ്യൻ പറഞ്ഞേ, എന്നാലും ആ പ്ലംബർ ചേട്ടൻ എവിടെ പോയി, ബാധിച്ച് നമുക്കത് അവിടെ പോയി നോക്കാം എന്ന് പറഞ്ഞ് രാധികയും കൂടി അവിടെ നിന്നും പോകുവാണ്. ഇതേ സമയം വരണാണെങ്കിൽ ചെടികൾക്കിടെ മറിഞ്ഞിരിക്കുക. ഭഗവാനെ, രാധിക എന്നെ കണ്ടുപിടിക്കല്ലേ അങ്ങനെ പറഞ്ഞ് വരണ അവിടെ ഇരിക്കുമായിരിക്കും. പെട്ടെന്ന് തിരിയുമ്പോഴായിരിക്കും കേട്ടോ ബാക്കിൽ രാധികയും ആ പയ്യനും വന്ന് നിൽക്കുന്നത് വരുൺ കാണുന്നത്. അങ്ങനെ വരുൺ പതിയെ ചിരിച്ചുകൊണ്ട് രാധികയെ നോക്കി എഴുന്നേറ്റ് നിൽക്കുവാണ്. ഈ സമയം ആ പയ്യൻ പറയണേ, ദേ നിൽക്കുന്നു, ഇതാ ചേച്ചി ആ പ്ലംബർ ചേട്ടൻ. ആ എന്നാൽ ശരി, മോൻ പോയിക്കോ എന്ന് പറഞ്ഞ് രാധിക ആ പയ്യനെ പറഞ്ഞു വിടുവാണ്. എന്നിട്ട് രാധിക വരുണിനോട് ചോദിക്കണേ, എന്താ ഇതൊക്കെ, ആശ്രമത്തിൽ എന്താ വരുണിന് കാര്യം? അന്നേരം വരുൺ ചോദിക്കുക, എൻ്റെ ഭാര്യയ്ക്ക് എന്താ ആശ്രമത്തിൽ കാര്യം? താൻ എവിടെയുണ്ടോ അവിടെ ഞാനും ഉണ്ടാവും. വരുൺ ഒന്ന് പതുക്കെ, ഇതൊരു ആശ്രമമാണ്. അന്നേരം വരുൺ ചോദിക്കണേ, തനിക്കങ്ങനെ എല്ലാം മറന്ന് ഉപേക്ഷിച്ച് ഇവിടെ വന്ന് സന്യാസിനിയായിട്ട് ജീവിക്കാമെന്ന് കരുതുന്നുണ്ടോ? എന്നാൽ അതിന് ഞാൻ സമ്മതിക്കില്ല. എനിക്ക് വേണം, എൻ്റെ പെണ്ണിനെ എനിക്ക് വേണം. അന്നേരം രാധിക പറയണേ, വരുൺ, എൻ്റെ മനസ്സിലിപ്പോൾ ഒന്നുമില്ല, എല്ലാം ഉപേക്ഷിച്ച് ഈ ജീവിതത്തിലേക്ക് ഞാൻ പുറത്തപ്പെട്ട് കഴിഞ്ഞു. വരണതുകൊണ്ട് നാളെ തന്നെ കണിമംഗലത്തേക്ക് തിരിച്ചു പോകണം. അന്നേരം വരുൺ പറയണേ, ശരി, ഞാൻ അങ്ങനെ തിരിച്ചു പോകാം. അതിൻ്റെ പിന്നാലെ തന്നെ താനും അങ്ങോട്ടേക്ക് വരേണ്ടി വരും. ഇന്നിവിടെ പാടില്ലേ കീർത്തനം, അതുപോലെ ഒരു കീർത്തനം എൻ്റെ വീട്ടിൽ വന്ന് പാടാൻ. ജീവനത്തെ എൻ്റെ ശരീരത്തിന് മുമ്പിലിരുന്ന് താണത് പാടണം. അത് കേട്ട് രാധിക വരുണിനോട് ദേഷ്യപ്പെടണേ, വരുൺ എന്തൊക്കെയാണ് പറയുന്നത്? അന്നേരം വരുൺ പറയണേ, പിന്നെ അല്ലാതെ താൻ അങ്ങനെ ഒരു കടുത്ത തീരുമാനം എടുത്താൽ ഞാനും വെറുതെ ഇരിക്കുമെന്ന് കരുതിയോ? ഞാനും തീരുമാനിക്കും. എടോ, ഇപ്പം എല്ലാവരും നമ്മുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു, ഇനി എന്തിനീ ഒളിച്ചു കളി? അതിൻ്റെ ആവശ്യമില്ല. തന്നെ ഞാൻ മോഹിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ഇപ്പോൾ ജീവിതത്തിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി തന്നെയാണ്. അല്ലാതെ താൻ ഇങ്ങനെ ആശ്രമത്തിൽ സന്യാസിനെ ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനിയും താൻ വാശി കാണിക്കാനാണ് തീരുമാനമെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം തന്നെ ചെയ്യും. താനില്ലാതെ ഈ ലോകത്ത് എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഞാനും എൻ്റെ ജീവിതം തന്നെ അങ്ങ് അവസാനിപ്പിച്ച് കളയും. അങ്ങനെ പറഞ്ഞ വരുൺ അവിടെ നിന്ന് പോകാൻ തുടങ്ങുവാണ്. ഈ സമയം രാധിക വരുണിൻ്റെ കൈ പിടിക്കുവാണ്. എന്നിട്ട് പറയണേ, മരിക്കുന്നതിനെ പറ്റിയുള്ള ചിന്തയൊന്നും മനസ്സിലുണ്ടാകാൻ പാടില്ല, അതെല്ലാം അങ്ങ് മായ്ച്ചു കളഞ്ഞേക്കണം. ഈ സമയം വരുൺ രാധികയുടെ കയ്യിലേക്ക് പിടിച്ചിട്ട് രാധികയെ ചേർത്ത് പിടിക്കുവാണ്. എന്നിട്ട് പറയണേ, എടോ, നീ എൻ്റെ പെണ്ണാണ്, എൻ്റെ മാത്രം പെണ്ണ്. ജീവിതാവസാനം വരെ നിന്നെ ഞാൻ കൈവിടില്ല, നീ എൻ്റെ ഭാര്യയായിട്ട് തന്നെ ജീവിക്കും എന്നും പറഞ്ഞ് രാധികയെ ചേർത്ത് പിടിക്കുകയാണ്. ഈ സമയം രാധികയും വരുണിൻ്റെ വാക്കുകളൊക്കെ കേട്ട് ഒത്തിരി സന്തോഷത്തോടെ വരുണിനെ നോക്കുവാണ് കേട്ടോ. എന്നിട്ട് വരുണിനെ കെട്ടിപ്പിടിക്കുവാണ്. അന്നേരം വരുണിന് ഒത്തിരി സന്തോഷമാകുവാണ്. വരുണും രാധിക അങ്ങനെ മുറുകെ ചേർത്ത് പിടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ശ്യാമയുടെ ഫോണിലേക്ക് വിളിക്കുന്ന യശോദനെയാണ്. അങ്ങനെ ശ്യാമ കോളൊക്കെ എടുക്കുക. ആ എന്തു പറ്റി, എന്തുണ്ട് വിശേഷങ്ങളൊക്കെ? അന്നേരം യശോദ പറയണേ, ഇവിടെ ദേവേട്ടൻ ഹോസ്പിറ്റലിലോ? എന്തു പറ്റി? ദേവേട്ടൻ പെട്ടെന്ന് കൊഴിഞ്ഞു വീണു, ഇത്തിരി സീരിയസ് ആണ്. രാധിക മോളോട് ഈ വിവരം ഒന്ന് പറയുമോ? ദേവേട്ടൻ ഇപ്പോൾ മോളെ കാണണമെന്നൊരാഗ്രഹം പറഞ്ഞു. രാധിക മോള് വന്നു കഴിഞ്ഞാൽ ദേവേട്ടൻ്റെ അസുഖത്തിന് വലിയ മാറ്റം ഉണ്ടാകും. ഫിദ മാഡത്തിന് രാധിക മോളെയും കൂട്ടി ഒന്ന് ഇവിടെ എത്താൻ പറ്റുമോ? അതിനെന്താ, രാധിക മോൾ വിവരം അറിഞ്ഞാൽ അവൾക്കും അത് ഒത്തിരി സങ്കടമില്ലേ? ഞാനെന്താണെങ്കിലും രാധികയും കുട്ടി ഉടനെ തന്നെ അവിടെ എത്താം. ഏത് ഹോസ്പിറ്റലാണ്? അങ്ങനെ ഡീറ്റെയിലൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അന്നേരം ക്ഷമ പറയണേ, ആ ഹോസ്പിറ്റലിലെ മാനേജ്മെൻറ്റിലുള്ളവരെയൊക്കെ എനിക്കറിയാവുന്നവരാ. ഞാനെന്താണെങ്കിലും അവിടെ വിളിച്ച് പറയാം. തിരുമേനിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ നിന്ന് കിട്ടും. എല്ലാ ദിവസവും ദൈവത്തെ പൂജിക്കുന്ന തിരുമേനിക്ക് ഒരാപത്തും പറ്റില്ല. വരാനായിട്ട് ആ ഭഗവാൻ സമ്മതിക്കില്ല. എങ്കിലും നമ്മൾ നമ്മുടേതായ രീതിയിൽ കാര്യങ്ങളെല്ലാം ചെയ്യണമല്ലോ. അവിടെ ഡോക്ടേഴ്സും നേഴ്സും ഒക്കെ തിരുമേനിയുടെ കാര്യങ്ങൾ വേണ്ട പോലെ തന്നെ ശ്രദ്ധിക്കും, ഒരു കുറവും പറ്റില്ല. അന്നേരം യശോദ പറയുന്നുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല, രാധിക മോളെ ഒന്ന് കണ്ടാൽ മാത്രം മതി ദേവേട്ടന്. ഈ സമയം ശ്യാമ പറയണേന്, രാധിക മോളുടെ കുടുംബം എന്ന് പറഞ്ഞാൽ എനിക്കും എൻ്റെ സ്വന്തം കുടുംബത്തെ പോലെ തന്നെയാണ്. മാത്രമല്ല ദേവനാരായണ തിരുമേനിയെ പോലെ ഇത്ര നല്ല മനുഷ്യനോട് എനിക്കൊരു ആരാധനയുണ്ട്. അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സിന് ദൈവം നല്ലത് മാത്രമേ വരുത്തൂ. എന്താണെങ്കിലും നാളെ രാവിലെ തന്നെ ഞാൻ രാധിക മോളുടെ അരികിലേക്ക് ചെല്ലാം, ഈ കാര്യങ്ങളൊക്കെ പറയാം. രാധിക മോള് ഇപ്പം എൻ്റെ കൂടെയില്ല, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാവളിപ്പോൾ. മോളുടെ മനസ്സൊന്ന് ശാന്തമാക്കാൻ വേണ്ടിയാണ് ഞാൻ അവിടെ കൊണ്ടുപോയി നിർത്തിയത്. നാളെ രാവിലെ തന്നെ രാധിക മോളെ കൂട്ടിക്കൊണ്ടുവരാം, എന്താ അതുപോലെ? മതി. അങ്ങനെ പറഞ്ഞ് യശോദ കോളൊക്കെ കട്ട് ചെയ്യുവാണ്. പിന്നീട് യശോദ നേരെ ദേവൻ്റെ അരികിലേക്ക് പോയി ദേവനോട് ഈ കാര്യങ്ങളെല്ലാം പറയുന്നതാണ്ടോ കാണിക്കുന്നത്. രാധിക മോള് കൂട്ടി ഫിദ മാഡം നാളെ രാവിലെ തന്നെ എത്തുമെന്നാണ് പറഞ്ഞത്. ഫിദ മാഡത്തിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് രാധിക മോളിപ്പോൾ. പിന്നെ ഇവിടെ ഹോസ്പിറ്റലിൽ ദേവേട്ടനുള്ള എല്ലാ സൗകര്യങ്ങളും ഏർപ്പാട് ചെയ്യാമെന്നും വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നേരം ദേവൻ പറഞ്ഞേ, എന്തിനാ അവരോട് സഹായമൊക്കെ ചോദിച്ചത്? ഞാൻ ചോദിച്ചതല്ല, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ ഫിദ മാഡം ഇങ്ങോട്ട് പറഞ്ഞതാണ്. ഈ സമയം ദേവൻ പറഞ്ഞേ, എന്താണെങ്കിലും നാളെ രാധിക മോൾ വരുമല്ലോ, വരട്ടെ. പിന്നെ താൻ വരുണിനെയും കൂടി ഒന്ന് വിളിക്കണം, വരുണിനോടും കൂടി നാളെ ഇങ്ങോട്ടേക്ക് വരാൻ പറയണം. വരുണിനെ രാധികയെ മുമ്പിൽ നിർത്തി എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. വലിയ ദ്രോഹമാണ് നമ്മൾ അവരോട് ചെയ്തത്. ദൈവം ഒന്നിപ്പിച്ചതാ വരുണിനെയും രാധികയും, അവർ തന്നെ ഒന്നിച്ച് ജീവിക്കേണ്ടതും.
വരുണിനെ രാധികയെ മുന്നിപ്പിച്ചതിന് ശേഷം കണ്ണടച്ചാലും എനിക്ക് ഒരു കുഴപ്പമില്ല. അന്നേരം യശോദ പറയണേ, ദേവേട്ട ഇങ്ങനെ മരണത്തിനെ കുറിച്ചൊന്നും പറയല്ലേ, വെറുതെ ഇങ്ങനെ വിഷമിപ്പിക്കല്ലേ. അന്നേരം ദൈവം പറയണേ, ശരി താനെന്നാ വേഗം തന്നെ വരുണിനെ വിളിക്കുക, വരുണിനോടും നാളെ ഇങ്ങോട്ട് വരാൻ പറ. അങ്ങനെ യശോദ അവിടെ നിന്നും പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് വരുൺ റൂമിൽ ഒത്തിരി സന്തോഷത്തോടെ കിടക്കുവാണ് കേട്ടോ. അങ്ങനെ രാധിക തന്നെ കണ്ടുപിടിച്ചതും പിന്നീട് രാധിക ചേർത്ത് പിടിച്ച് നീ എൻ്റെ പെണ്ണാണെന്ന് പറഞ്ഞ് രാധികയെ കെട്ടിപ്പിടിച്ച കാര്യമൊക്കെ ഓർത്ത് ചെറിയൊരു പുഞ്ചിരിയോടെ വരുൺ കിടക്കുമായിരിക്കും. ഈ സമയത്തായിരിക്കും യശോദ വിളിക്കുന്നത്. അങ്ങനെ വരുൺ ഫോൺ അറ്റൻഡ് ചെയ്യുക. ആ അമ്മേ പറ. മോനെ, അച്ഛനോടെ ഹോസ്പിറ്റലിലാണ്, ദേവേട്ടൻ ഒന്ന് കൊഴിഞ്ഞു വീണു, ഇപ്പോൾ ICUവിലാണ്. അത് കേൾക്കുന്നത് വരണങ്ങ് ഞെട്ടിപ്പോകുക. അമ്മേ എന്താ ഇതൊക്കെ, എന്നിട്ടെന്താ എന്നെ വിവരം അറിയിക്കാതിരുന്നത്? അറിയിച്ചെങ്കിൽ ഞാൻ അപ്പം തന്നെ അങ്ങോട്ടൊക്കെ ഓടിയെത്തില്ലേ. മോൻ വരണം, അതിനുവേണ്ടി തന്നെ ഇപ്പോൾ വിളിച്ചത്. നാളെ ഫിദാമേടവും രാധികയും കൂട്ടി അച്ഛനെ കാണാൻ ഇവിടെ എത്തുന്നുണ്ട്. അന്നേരം മോൻ ഇവിടെ ഉണ്ടാകണം. മോനെയും രാധിക മോളെയും ചേർത്ത് നിർത്തി കുറച്ച് കാര്യങ്ങൾ അച്ഛന് പറയാനുണ്ട്. കാര്യങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷം അച്ഛന് വല്ലാത്ത കുറ്റബോധത്തിലാണ്. അതുകൊണ്ട് ചില വ്യക്തമായ തീരുമാനങ്ങൾ തന്നെ എടുത്തിട്ടുണ്ട്. അതെല്ലാം പറയാൻ വേണ്ടിയിട്ടാണ് മോനെ രാധിക മോളെ ഒരുമിച്ച് അങ്ങോട്ട് വിളിക്കുന്നത്. മോൻ വന്നം. ശരിയമ്മേ, ഞാൻ നാളെ ഫിദാമേടോ രാധികമേടോ എത്തുമ്പോഴേക്കും ഞാൻ അവിടെ എത്തിയിട്ടുണ്ടാവും. അങ്ങനെ കോളൊക്കെ കട്ട് ചെയ്യുവാണ്. ഈ സമയം മുത്തശ്ശിവരുടെ സംസാരമൊക്കെ കേട്ടുകൊണ്ടായിരിക്കോട്ടെ അങ്ങോട്ടേക്ക് വരുന്നത്. അന്നേരം മുത്തശ്ശി ചോദിക്കണേ, നീ ആരെയാണ് വിളിച്ചത്? വരുണല്ലേ? അതെ, വരുണ തന്നെയാണ് വിളിച്ചത്. ഓ, സ്വന്തം ഭർത്താവ് ഗുരുതരാവസ്ഥയിൽ ഇങ്ങനെ ICU കിടക്കുമ്പോൾ നിനക്ക് താല്പര്യം നിൻ്റെ രാധിക മോളെ വരുണിനെ ഒന്നിപ്പിക്കാനാണല്ലോ. അന്നേരം യശോദ പറയണേ, ദേവേട്ടൻ പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വരുണിനെ വിളിച്ചത്. വരുൺ മാത്രമല്ല, നാളെ രാധിക മോളെയും കൂട്ടി ഫിദാമേടെ കൂടെ എത്തുന്നുണ്ട്. നീ ഇതെന്ത് ഭവിച്ച യശോദേ? അന്നേരം യശോദ പറയണേ, അമ്മ എന്നെ കുറ്റപ്പെടുത്താനൊന്നും വരണ്ട, ദേവേട്ടൻ എന്ത് പറയുന്നോ അത് ഞാൻ അനുസരിക്കും. അതിലമ്മ എന്നോട് ചൂടായിട്ട് ഒരു കാര്യമില്ല. അങ്ങനെ പറഞ്ഞ് യശോദ അവിടെ നിന്നും പോകുവാണ്. ഈ സമയം മുത്തശ്ശി വരണേ, തൽക്കാല വിവരം പ്രിയങ്കയെ അറിയിക്കേണ്ട, അവൾ അറിയിച്ചു കഴിഞ്ഞാൽ അവൾ ആകെ വന്ന് പ്രശ്നം ഉണ്ടാക്കും. നാളെ എന്താണെങ്കിലും എല്ലാവരും കൂടി ഇങ്ങോട്ട് വരട്ടെ, എങ്ങനെ ഇത് കൈകാര്യം ചെയ്യേണ്ടെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ് നിൽക്കുവാണ്ടോ മുത്തശ്ശി. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം പ്രിയങ്കേനെ റൂമിൽ വിളിച്ചു കൊടുത്ത് സംസാരിക്കുന്ന പത്മിനിയാണ്. പത്മിനി തൻ്റെ ആഭരണപ്പെട്ടിൽ ഓരോ ആഭരണം എടുത്ത് പ്രിയങ്കയുടെ കഴുത്തിലൊക്കെ വെച്ച് കൊടുക്കുക. ഇതെല്ലാം ഇനി മോൾക്കാണ്, അമ്മയ്ക്ക് എന്തിനാ ഇനി ആഭരണമൊക്കെ, മോളിതൊക്കെ ഇട്ട് സുന്ദരിയായിട്ട് നടക്കണം. അന്നേരം പ്രിയങ്കക്കാണെങ്കിൽ ഒരു സന്തോഷമില്ല. പ്രിയങ്ക പറയണേ, അമ്മയെ കാണിക്കുന്ന സ്നേഹത്തിൻ്റെ ഒരംശമെങ്കിലും വരൻ എന്നോട് കാണിച്ചെങ്കിൽ എൻ്റെ ജീവിതം എത്ര സന്തോഷത്തിലായാനേ. അന്നേരം പ്രിയങ്ക ആശ്വസിപ്പിച്ചുകൊണ്ട് പത്മിനി പറയണേ, മോൾ വിഷമിക്കാതിരിക്കെ, വരൺ തിരിച്ചു വരട്ടെ, അതിനുശേഷം നിങ്ങൾക്ക് രണ്ടാൾക്കും കൂടി ഒരു ഫോറിൻ ട്രിപ്പ് ഞാനും അച്ഛനും കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവിടേക്ക് പോയി കഴിയുമ്പോഴേക്കും വരൻ്റെ മനസ്സിൽ നിന്നുള്ള ആവശ്യമില്ലാത്ത ചിന്തയൊക്കെ മറക്കും. അവൻ പതിയെ പതിയെ മുകളിലേക്ക് അടുക്കും. ഇതെല്ലാം കേട്ട് മുത്തശ്ശി റൂമിലേക്ക് വരുമായിരിക്കും. മുത്തശ്ശി പറയണേ, നടന്നത് തന്നെ. വരൻ്റെ മനസ്സിലെ ഒരേ ഒരു പെണ്ണേ ഉള്ളൂ, അത് അവൻ താലി കെട്ടിയ അവൻ്റെ പെണ്ണ, അത് രാധികയാണ്. ആ സ്ഥാനത്തേക്ക് കയറാൻ ഇവൾ എന്തൊക്കെ കോപ്രായം കാണിച്ചാലും പറ്റില്ല. അന്നേരം പ്രിയങ്ക ചുരുങ്ങിക്കൊണ്ട് പറയണേ, കണ്ടില്ലേ അമ്മേ, ഈ മുത്തശ്ശിയാണ് എല്ലാത്തിനും വളം വെച്ച് കൊടുക്കുന്നത്. മുത്തശ്ശിയാ അവർ തമ്മിൽ ഇങ്ങനെ അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മേ എന്താ ഇതൊക്കെ? അന്നേരം മുത്തശ്ശി പറയണേ, പത്മിനി നിനക്ക് നാണമില്ലേ സ്വന്തം മോൻ്റെ മനസ്സ് മനസ്സിലാക്കാതെ വെറുതെ ഇവളുടെ പാല് പിടിച്ചിങ്ങനെ നടക്കാൻ? അന്നേരം പത്മിനി ചോദിക്കുന്നുണ്ട്, കുടുംബത്തിൻ്റെ അന്തസ്വാഭിമാനം നോക്കാതെ അമ്മയല്ലേ ഓരോ നാണം കെട്ട കാര്യങ്ങൾ ചെയ്യുന്നത്? ആ സമയം മുത്തശ്ശി പറയണേ, ഞാൻ ചെയ്യും, എൻ്റെ കൊച്ചുമോൻ്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. അവൻ്റെ മനസ്സ് എനിക്ക് വ്യക്തമായിട്ടറിയാം. ഇവൾ എത്രയൊക്കെ തലവുതിന്ന് ശ്രമിച്ചാലും അവൻ്റെ മനസ്സിലേക്ക് അവൾക്ക് കയറിക്കൂടാൻ പറ്റില്ല. അവൻ താലി കിട്ടിയത് രാധികയുടെ കഴുത്തിലാണ്. ആ സത്യം എനിക്കും അറിയാം. നിങ്ങൾക്കാർക്കും അത് വിശ്വസിക്കാൻ പറ്റില്ലായിരിക്കും. പക്ഷേ സത്യം എന്താണെങ്കിലും ഒരിക്കൽ പുറത്തു വരിക തന്നെ ചെയ്യും. എടി പ്രിയങ്കെ, നീ നോക്കിക്കോ, വരുണും രാധികയും കൂടി ഒന്നിച്ച് ജീവിക്കുക തന്നെ ചെയ്യും. അത് തടുക്കാൻ ആർക്കും പറ്റില്ല. അതിനു വേണ്ടിയുള്ള എല്ലാ സഹായവും സപ്പോർട്ടും ഈ ഞാൻ ചെയ്തു കൊടുക്കുക തന്നെ ചെയ്യും. അങ്ങനെ പറഞ്ഞ പത്മിനിയുടെ മുമ്പിൽ കൂടി തന്നെ വരുണും രാധികയെ ഒന്നിച്ച് ജീവിക്കും എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചുകൊണ്ട് മുത്തശ്ശി അവിടെ നിന്നും പോകുവാണ്ടോ. ഈ സമയം പ്രിയങ്കയാണെങ്കിൽ വീണ്ടും മുത്തശ്ശി പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും പത്മിനിയോട് പറഞ്ഞ് ചിണുങ്ങുവാണ്. അന്നേരം പത്മിനി പറയണേ, മോള് വിഷമിക്കാതിരിക്കേ, ദേ വരുൺ എന്ത് പറഞ്ഞാലും അമ്മ അത് വിശ്വസിക്കും. അമ്മ പണ്ട് മുതലേ അവൻ്റെ ഭാഗത്ത് നിൽക്കുകയുള്ളൂ. പക്ഷേ മോളുടെ ഭാഗത്ത് നിൽക്കാൻ ഞാനും അച്ഛനും ഇല്ലേ, മോള് സമാധാനത്തോടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് പ്രിയങ്ക ആശ്വസിപ്പിക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് ആശ്രമത്തിലെത്തുന്ന ഫിദേനെയാണ് കേട്ടോ. ഈ സമയം അജന്ത അങ്ങോട്ടേക്ക് വരുവാണ്. അന്നേരം ശ്യാമ രാധികയെ അന്വേഷിക്കുന്നുണ്ട്. ആ സമയം അജന്ത പറയണേ, രാധിക ഇപ്പോൾ കുട്ടികൾക്കൊപ്പമാണ്, എന്നാൽ വേഗം ചെന്ന് രാധിക മോളൊന്ന് വിളിച്ചുകൊണ്ട് വരൂ എന്നും പറഞ്ഞ് ശ്യാമാകത്തേക്ക് കയറി പോകുവാണ്. എന്നിട്ട് അവിടുത്തെ സ്വാമിയോട് കാര്യങ്ങളൊക്കെ പറയുവാണ്. അത് കേൾക്കുന്നതും സ്വാമി പറയണേ, പ്രിയപ്പെട്ട ആൾക്കാർ അരികിലുള്ളപ്പോൾ അത് അസുഖം പിടിച്ചിരിക്കുന്നവർക്ക് വല്ലാത്തൊരു ആശ്വാസമായിരിക്കും. എന്താണെങ്കിലും രാധിക മോള് അച്ഛനെ കാണാൻ ചെല്ലട്ടെ, അച്ഛൻ്റെ ഒപ്പം കുറച്ച് ദിവസം താമസിക്കട്ടെ. അങ്ങനെ അവർ സംസാരിച്ച് പുറത്തേക്ക് എത്തുമായിരിക്കും കേട്ടോ. ഈ സമയം സ്വാമി പറയണേ, ദേ കണ്ടില്ലേ, രാധിക മോള് കുട്ടികൾക്കൊക്കെ പ്രിയങ്കരിയെ മാറിക്കഴിഞ്ഞു, എല്ലാവർക്കും മോളെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഫിദയെ കാണുന്നതും രാധിക അരികിലേക്ക് ഓടിച്ചെല്ലുക. ഫിദ മാഡം. അന്നേരം ശ്യാമ രാധികയോട് പറയണേ, മോളുടെ അച്ഛൻ ഹോസ്പിറ്റലിലാണ്,
അത് കേൾക്കുന്നത് രാധിക അങ്ങ് ഞെട്ടിപ്പോവുക. മാഡം എന്താ പറഞ്ഞത്? മോളെ പേടിക്കൊന്നും വേണ്ട, വലിയ കുഴപ്പമൊന്നുമില്ല. അച്ഛനിപ്പോൾ മോളെ കാണണമെന്ന് പറഞ്ഞു. ഞാൻ മോളെയും കൂട്ടി അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയാണ് വന്നത്. അത് കേൾക്കുന്നത് രാധിക ചോദിക്കണേ, അച്ഛൻ്റെ മുമ്പിലേക്ക് ഞാൻ വന്നു കഴിഞ്ഞാൽ അച്ഛനത് ഇഷ്ടമാകുമോ മാഡം? അങ്ങനെ ചോദിച്ച സങ്കടത്തോടെ നിൽക്കുന്ന രാധികയെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്